എക്സാമിനൊക്കെ പോം തന്നിട്ട് അതിൽ നിന്ന് പോയറ്റിക് ഡിവൈസസ് കണ്ടുപിടിക്കാനും ആൻഡ് അതുപോലെ തന്നെ പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതാനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസ് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസ് പഠിക്കാം അല്ലേ. സിമിലി എന്നാണ് ഫസ്റ്റ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും സിമിലി എന്നുള്ള പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ സിമിലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുക അല്ലെ, ഒരു ഉപമ നടത്തുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെറുതെ കമ്പയർ ചെയ്യല്ല, ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാണ് കേട്ടോ. ലൈക്ക് അല്ലെങ്കിൽ ആസ് യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലാണ് അതിനെ നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ദ സ്കൈ വാസ് ആസ് ബ്ലൂ ആസ് ദ ഓഷ്യൻ. നമ്മുടെ ആകാശം കാണാൻ എന്തുപോലെയുണ്ട്? ഓഷ്യൻ പോലെയുണ്ട്. ഓഷ്യനിലെ നീല നിറം പോലെ തന്നെയാണ് ആകാശത്തും നീല നിറം അല്ലേ. രണ്ടും കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ആസ് ആണ് അല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടന്നിട്ടുള്ളത്. അടുത്തത് നോക്കിക്കേ. ഹിസ് വോയിസ് വാസ് ആസ് സ്മൂത്ത് ആസ് സിൽക്ക്. അവൻ്റെ സൗണ്ട് പട്ടുപോലെ മൃദുലമാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ സൗണ്ടിനെ നമ്മൾ സിൽക്കായിട്ട് പട്ടുമായിട്ടാണ് കമ്പയർ ചെയ്തത് അല്ലേ. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ആസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഷീ സിങ്സ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഷിങ്സ് ലൈക്ക് ആൻ ഏഞ്ചൽ എന്നാണ് അല്ലേ. ഏഞ്ചലിനെ പോലെയാണ് പാട്ട് പാടുന്നത്. അപ്പോൾ ഏഞ്ചലിനെ പോലെ എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? ലൈക്ക് എന്നുള്ള വേർഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആസ് അല്ലെങ്കിൽ ലൈക്ക് യൂസ് ചെയ്തിട്ട് ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സിമിലി എന്ന് പറയും. ഇതേപോലെ വേറൊരു കമ്പാരിസണും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ മെറ്റഫർ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാണ്. ലൈക്കോ ആസോ ഒന്നും യൂസ് ചെയ്യാതെ ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് ഡയറക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? നമുക്കതിനെ മെറ്റഫർ എന്ന് പറയാം. അപ്പോൾ ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഹീ ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐസ് എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണിലെ ആപ്പിളാണ് അവൻ എന്നാണോ? കണ്ണിൽ ആപ്പിൾ കൊണ്ടുവച്ചാണോ? അല്ല, എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈക്കോ ആസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? അതിനെ ആപ്പിളുമായിട്ട് കമ്പയർ ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹി ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ. കല്ലുള്ള എന്താണ്, കല്ലാണ് നെഞ്ചിയിലെന്ന് എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ കല്ല് പോലെ ഹൃദയമുള്ളവരാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കല്ല് കൊണ്ടുവച്ചാണോ? അല്ല, അത്രയും സ്ട്രോങ് ഹാർട്ടാണ് അല്ലേ. ഭയങ്കര അലിവില്ലാത്ത ആളാണ് എന്ന് കാണിക്കാനാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആളുടെ ഹാർട്ട് സ്റ്റോൺ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ദ ക്ലാസ് റൂം വാസ് എ സൂ. നമ്മളോട് എപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട് അല്ലേ, ഇതെന്താ ചന്തയാണോ എന്ന് അല്ലേ. നിങ്ങളുടെ ക്ലാസ് എന്താ ചന്തയാണോ? ക്ലാസ് ചന്തയാണ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അവിടെ പോലെ ബഹളം വെക്കുന്നതിനെയാണ് അല്ലേ പറയുന്നത്. സോ ദ ക്ലാസ് റൂം വാസ് എ സൂ എന്ന് പറയുമ്പോൾ അവിടെ ആനിമൽസ് ഒക്കെ ബഹളം വെക്കുന്നതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് മെറ്റഫർ. ഓക്കെ, ഇനി നെക്സ്റ്റ് അലിറ്ററേഷൻ. അലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. നമ്മളുടെ ഒരു പോയത്തിലെ ഒരു ലൈനിൽ ഓരോ വേർഡ്സിൻ്റെയും ഇനീഷ്യൽ പൊസിഷനിൽ തുടക്കത്തിൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. വവൽ സൗണ്ട്സ് ഒഴികെയുള്ള സൗണ്ട്സ് എ, ഇ, ഐ, ഒ, യു ഒഴികെയുള്ള കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുക. നമുക്ക് നോക്കിയാലോ. അപ്പോൾ അലിറ്ററേഷൻ പറഞ്ഞു വേർഡിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ ആവണം കേട്ടോ. നമുക്ക് നോക്കാം. ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീഷോർ. ഓക്കെ, ഇവിടെ സ് എന്നുള്ള സൗണ്ട് അല്ലേ. ഷീ നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല, അവിടെ ഷാ എന്നുള്ള സൗണ്ടാ, സ് എന്നുള്ള സൗണ്ട് അല്ല അല്ലേ. ഷീ സെൽസ് സീ ഷെൽസ് ബൈ ദ സീഷോർ. സ് എന്നുള്ള സൗണ്ട് എന്തായിട്ടുണ്ട്? വേർഡ്സിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ, അടുത്തടുത്തുള്ള വേർഡ്സിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അലിറ്ററേഷന് എക്സാമ്പിളാണ്. പീറ്റർ പൈപ്പർ പിക്ഡ് എ പെക്ക് ഓഫ് പിക്കിൾ പെപ്പേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, പ് എന്നുള്ള സൗണ്ട് എന്തായിട്ടുണ്ട്? റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും എന്തിന് എക്സാമ്പിളാണ്? അലിറ്ററേഷന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒരു പോത്തിന് ഒരു റിതം കിട്ടാനും ആ ഒരു ലൈൻസിനൊക്കെ മെമ്മറബിൾ ആക്കി വെക്കാനും ഒക്കെയാണ് ഈ ഒരു അലിട്രേഷൻ പോലെയുള്ള ഡിവൈസസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാരീസ് ലിസാർഡ് ലൈക്ക് സ്ലീപ്പിംഗ് ലെപ്പേർഡ്സ്. ഓക്കെ, ല് എന്നുള്ള സൗണ്ടാണ്
ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ആലിറ്ററേഷന് എക്സാമ്പിളാണ്. റെഡി? ഇനി നെക്സ്റ്റ് ആണ് അസോണൻസ്. നമ്മൾ പറഞ്ഞു അല്ലേ, കോൺസണന്റ് സൗണ്ട്സ് വേർഡിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ റിപ്പീറ്റ് ആയി വരുന്നതിനെ നമ്മൾ ആലിറ്ററേഷൻ എന്ന് വിളിച്ചു. അപ്പോൾ അസോണൻസ് എന്താ? അവിടെ വവൽ സൗണ്ട്സ് ആണ്. ഓക്കെ, വവൽ സൗണ്ട്സ് ആണ് ഒരു ലൈനിൽ വേർഡ്സിൽ അടുത്തടുത്തുള്ള വേർഡ്സിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അസോണൻസ് എന്ന് പറയുന്നത്. ഈ അസോണൻസ് എന്താവേണ്ട ആവശ്യമില്ല, ആ വേർഡിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലാവണം എന്ന് നിർബന്ധമില്ല. എവിടെയായാലും മതി അല്ലേ, വേർഡ്സിൻ്റെ എവിടെയായാലും വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ അസോണൻസ് എന്നാണ് പറയാം. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ട്രൈ ടു ലൈറ്റ് ദ ഫയർ. ഓക്കെ, ഇവിടെ ഏത് വവൽ സൗണ്ടാണ്? ഐ അല്ലേ? ട്രൈ, ഐ, ലൈറ്റ്, ഐ, ഫയർ, ഐ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അസോണൻസിന് എക്സാമ്പിളാണ്. ഗോ സ്ലോ ഓവർ ദ റോഡ് അല്ലേ? ഓ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയി വന്നു അല്ലേ? ഗോ, ഓ. സ്ലോയിൽ ഓ ഉണ്ട്, ഓവറിൽ ഓ ഉണ്ട്, റോഡിൽ ഓ ഉണ്ട്. ഓ എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നു. അപ്പം ഇത് അസോണൻസിന് എക്സാമ്പിളാണ്. ദ റെയിൻ ഇൻ സ്പെയിൻ ഫാൾസ് മെയിൻലി ഇൻ ദ പ്ലെയിൻസ്. ഇവിടെ ഏതാണ്, ഏത് വവൽ സൗണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് വന്നത്? എയ് എന്നുള്ള സൗണ്ടാണ് അല്ലേ? റെയിൻ, സ്പെയിൻ, മെയിൻ, പ്ലെയിൻ, എയ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് അസോണൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോയറ്റിക് ഡിവൈസസുകൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് വൺ ആണ് കോൺസണൻസ്. എന്താ കോൺസണൻസ്? നമ്മൾ പറഞ്ഞു അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരികയാണ് അല്ലേ? പക്ഷെ അലിട്രേഷന് ഒരു നിർബന്ധമുണ്ട്, വേർഡിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലാവണം കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോൺസണൻസ് എന്താ? കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ്, പക്ഷെ വേർഡിൻ്റെ എന്തിലാവണ്ട? ഇനീഷ്യൽ പൊസിഷനിലാവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, വേർഡ്സിൻ്റെ ഏത് പൊസിഷനിലായാലും കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ കോൺസണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അലിട്രേഷൻ എന്തിന് എക്സാമ്പിളാണ്? കോൺസണൻസിന് എക്സാമ്പിളാണ്. പക്ഷെ കോൺസണൻസ് എന്തിന് എക്സാമ്പിൾ അല്ല? എല്ലാ കോൺസണൻസും അലിട്രേഷൻ എക്സാമ്പിൾ അല്ല, പക്ഷെ എല്ലാ അലിട്രേഷൻസും കോൺസണൻസിന് എക്സാമ്പിളാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. മൈക്ക് ലൈക്ക് ഹിസ് ന്യൂ ബൈക്ക്. ഇവിടെ ഏത് സൗണ്ടാണ് റിപ്പീറ്റ് ആയത്? ക്ക് എന്നുള്ള സൗണ്ടാണ് അല്ലേ? പക്ഷെ ഇത് വേർഡിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലാണോ? അല്ല. അപ്പം നമുക്കിത് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? കോൺസണൻസിന് എക്സാമ്പിളായിട്ട് പറയാം. ഇനി നെക്സ്റ്റ്, ഐ വിൽ ക്രോൾ അവേ വിത്ത് ദ ബോൾ. ഇവിടെ ഏത് സൗണ്ടാണ് റിപ്പീറ്റ് ആയത്? എൽ എന്നുള്ള സൗണ്ടാണ് അല്ലേ? വിൽ, ക്രോൾ, ബോൾ, ല എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? കോൺസണൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ദ ബ്ലാക്ക് സാക്ക് ഈസ് ഇൻ ദ ബാക്ക് അല്ലേ? ക്ക് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഇതും കോൺസണൻസിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് അടുത്ത ആളെ നോക്കാം. ഓനമെറ്റോപ്പിയ. എന്താണ് ഓനമെറ്റോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്സ് ആണ് അല്ലേ? സൗണ്ട് വേർഡ്സിനെയാണ് നമ്മൾ ഓനമെറ്റോപ്പിയ എന്ന് പറയുന്നത്. ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഇപ്പോൾ ക്ലിങ്, ബേർഡ്സ് ചേർപ്പ് ചെയ്യാന്ന് പറയാ, നമ്മൾ ബീസ് ബസ് ചെയ്യാന്ന് പറയാ, സ്നേക്ക് ഹിസ് ചെയ്യാന്ന് പറയാ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഓനമെറ്റോപ്പിയയ്ക്ക് എക്സാമ്പിളാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ബസ്, ഹിസ്, ബൂം, സ്പ്ലാഷ്, ബാങ്, ചിപ്പ്, റെസൽ, മ്യാവ്, ടിക് ടോക്ക്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓനമെറ്റോപ്പിയയ്ക്ക് എക്സാമ്പിളാണ്. സൗണ്ട്സിനെ, ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്ന എല്ലാ വാക്കുകളും ഓനമെറ്റോപ്പിയയ്ക്ക് എക്സാമ്പിളാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആണ് പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹ്യൂമൻ ആയിട്ടുള്ള അല്ലേ, ഇനാനിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ മനുഷ്യനല്ലാത്ത ആൾക്കാർക്ക് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മനുഷ്യൻ്റെ ക്വാളിറ്റീസും ഇമോഷൻസും ഒക്കെ എടുത്തിട്ട് മനുഷ്യനല്ലാത്ത ഒരാളിലേക്ക് കൊടുക്കുന്നതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ ഫ്ലവേഴ്സ് ഡാൻസ് ഇൻ ദ ബ്രീസ് അല്ലേ? ഫ്ലവേഴ്സ് കാറ്റിൽ ഡാൻസ് കളിച്ചു. ഫ്ലവേഴ്സ് ഡാൻസ് കളിക്കോ? ഇല്ല, മനുഷ്യന്മാരാണല്ലേ ഡാൻസ് കളിക്കുക. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ എന്തിനു കൊടുത്തു? ഫ്ലവേഴ്സിന് കൊടുത്തു. ദ ലീവ്സ് ക്ലാപ്ഡ് ഇൻ ദ വിൻഡ്. ലീവ്സ് കാറ്റിൽ കൈയടിച്ചു. ലീവ്സിന് കൈയടിക്കാൻ പറ്റുമോ? ഇല്ല, മനുഷ്യന്മാരാണല്ലേ ക്ലാപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ ആർക്ക് കൊടുത്തു? ലീവ്സിന് കൊടുത്തു. ദ സൺ സ്മൈൽ ഡൗൺ ഓൺ അസ്. സൂര്യൻ നമ്മളെ നോക്കി താഴോട്ട് നോക്കി ചിരിച്ചു. ഹായ് എന്ന് പറഞ്ഞ് ചിരിച്ചു. ഇങ്ങനെ ചിരിക്കാൻ പറ്റുമോ സൂര്യന്? ഇല്ല, മനുഷ്യന്മാരാണ് ചിരിക്കുക. ആ ക്വാളിറ്റി നമ്മൾ ആർക്ക് കൊടുത്തു? നമ്മൾ സണ്ണിന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ്, നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഈ ഒരു പാട്ടിലെ ഫൈനൽ ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് ആണ് ഹൈപ്പർബോളി എന്ന് പറയുന്നത്. എന്താണ് ഹൈപ്പർബോളി?
ആ ഒരൊറ്റ തള്ള അല്ലേ. നമ്മൾ പലരും കളിയാക്കാറുണ്ട്, ഓ ഇവൻ എന്തൊരു തള്ളാണെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം തന്നെയാണ് എന്ത് ഹൈപ്പർബോളി അല്ലെങ്കിൽ എക്സാജറേഷൻ എന്നും കൂടി നമ്മൾ പറയും കേട്ടോ. ഒരു കാര്യത്തിനെ പെരുപ്പിച്ച് ഒന്ന് രണ്ട് കൂട്ടി പറയുന്നതിനാണ്, പെരുപ്പിച്ച് പറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. ഐ എം സോ ഹംഗ്രി ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ്. ഒരു ആനയെ തിന്നാൻ വിശപ്പുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ. ഇവിടെ കുതിരയാണ്, ഒരു കുതിരയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് വെച്ചാൽ കുതിരേനെ മുന്നിൽ കൊണ്ട് തന്നാൽ നമ്മൾ തിന്നോ? ഇല്ല അല്ലേ, കുതിര ചിലപ്പോൾ നമ്മൾ തിന്നു. ഓക്കെ, അപ്പം അങ്ങനെ അല്ല ഉദ്ദേശിക്കുന്നത്. എന്താ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതൊന്ന് പെരുപ്പിച്ച് പറയാം അല്ലേ. അപ്പം നമ്മളോട് അമ്മ പറയാറുണ്ട് രാവിലെ എണീച്ചിട്ട്, നിന്നെ ഞാനൊരു 1000 പ്രാവശ്യം വിളിച്ചു. 1000 പ്രാവശ്യം അമ്മ എണ്ണി വിളിച്ചതാണോ? അല്ല, 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനെന്താണ്, ഒരൊറ്റ തള്ള ഒന്ന് തള്ളി പറയാണല്ലേ. സോ ഐ ഹാവ് ടോൾഡ് യു എ മില്യൺ ടൈംസ്. ഐ ഹാവ് എ മൗണ്ടെയിൻ ഓഫ് ഹോംവർക്ക്. എനിക്കൊരു കുന്നോളം ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഒരു കുന്നോളം ഹോംവർക്ക് ഉണ്ടാവോ? ഇല്ല, നമ്മൾ പെരുപ്പിച്ച് പറഞ്ഞതാണ് അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ ഹൈപ്പർബോളി എന്ന് പറയുന്നത്. തള്ള പെരുപ്പിച്ച് പറയാം, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് ഹൈപ്പർബോളി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അഗ്നി ബാച്ചിൽ പഠിച്ച് +1 ഫുൾ മാർക്ക് അല്ലേ 520 ഔട്ട് ഓഫ് 520 വാങ്ങിയിട്ടുള്ള ഇത്രയും പേരാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഒരു റിസൾട്ടിനൊക്കെ ഇവർക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നത് ആരാണ്? നമ്മുടെ എക്സാം വിന്നർ തന്നെയാണ് അല്ലേ. എക്സാം വിന്നറും എക്സാം വിന്നറിലെ ഫാക്കൽറ്റീസൊക്കെ തന്നെയാണ് ഇവർക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം നൽകിയത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇതുപോലെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസും ഓരോ കുഞ്ഞു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. ലൈവ് സെഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എക്സാം വിന്നറിൻ്റെ കൂടെ പഠിച്ച് ഇതുപോലെയുള്ള വലിയ റിസൾട്ട്സുകളിലേക്ക് നിങ്ങൾക്കും എത്താൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, എക്സാം വിന്നറിന് നിങ്ങളുടെ ഭാവി മാറ്റി മറയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കും ഇതേപോലെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ആ കേരള ടോപ്പേഴ്സായിട്ട് ഇതുപോലെ ഫോട്ടോ ഒക്കെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് വന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് എടുക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാവർക്കും പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.